ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എർത്ത് ലവേഴ്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും, നമ്മൾ പുതിയ ചൂണ്ട ഉണ്ടാക്കിയിട്ട് നമ്മൾ വാട്ടർ ലെവലാണ് കിട്ടിയത്. പക്ഷേ പോള നമ്മളെ ശ്രദ്ധിച്ചായിരുന്നു. അത് കാരണം നമ്മൾ ഇന്ന് താത്ത് കെട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതായത് കമ്പ് നാട്ടുക, അതിൻ്റെ ചോട്ടിൽ കെട്ടുക, 3 ചൂണ്ടയ്ക്ക് കല്ല് കെട്ടിയിടുക. അപ്പോൾ അക്കരെ ഇക്കരെ കെട്ടാൻ. അപ്പോൾ ഒഴുക്കുള്ള സമയത്ത് ചൂണ്ട തീറ്റി കോർക്കുമ്പോൾ ഒഴുക്കിന് ഇങ്ങനെ തീറ്റി ഇങ്ങനെ കിടന്ന് ഓടിക്കളിക്കും. അപ്പം രാത്രിയിൽ ആണോ എപ്പോഴാണോ മീൻ വന്ന് കിട്ടും. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ചൂണ്ട കെട്ടാൻ പോവാണ്. അപ്പം ഇന്ന് നമ്മൾ പരല് തന്നെയാണ് തീറ്റിയായിട്ട് എടുത്തേക്കുന്നത്. അപ്പം ഇത് കെട്ടുന്നത് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ വീടിൻ്റെ അവിടെ തന്നെ കേട്ടോ അത് തന്നെയല്ല, ചെറിയ മഴയൊക്കെ പെയ്തിട്ടുള്ളതുകൊണ്ടും കിഴക്കൊക്കെ നന്നായിട്ട് മഴ പെയ്തിട്ടുള്ളതുകൊണ്ടും ചെറുതായിട്ട് വെള്ളത്തിന് ചെറിയ കളർ വ്യത്യാസവും ഇച്ചിരി തണുപ്പൊക്കെ ഉണ്ട്. അങ്ങനെ ആകുമ്പം മീനിന് ഓട്ടം കൂടാനുള്ള സാധ്യതയുണ്ട്. അതായത് മീൻ കുറച്ച് സന്തോഷത്തിൽ കിടന്ന് ഇളകി കളിക്കുന്ന സാധ്യത. അങ്ങനെയാണെങ്കിൽ മീനടിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ 2 റോപ്പാണ് കിട്ടിയെങ്കിൽ ഇത് നമ്മൾ 3 റോപ്പാണ് വെക്കുന്നത്. 25 കൊണ്ടയുടെ 3 റോപ്പ്. ഇവിടെ നമ്മൾ അത്രയും കേട്ടോ അല്ലടാ. എന്നിട്ട് അങ്ങോട്ട് മാറി വരണം കേട്ടോ. അതിൻ്റെ അങ്ങോട്ട് മാറി വരണം. 3 അതിൻ്റെ വെള്ളം നമ്മൾ ചൂണ്ട കുത്തുന്നപ്പോൾ തന്നെ തീറ്റി കൊടുത്താണ് അങ്ങനെ. പാരലിങ്ങനെ എടുക്കുന്നു, 2 ചെതുമ്പൽ ഇങ്ങനെ കളയുന്നു, കൊടുക്കുന്നു. അങ്ങോട്ട് വെച്ചിട്ടാണ്ട് അവിടെ പോരെ മതി. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇങ്ങനെയാണ് ചൂണ്ട വെക്കുന്നത്. നമ്മൾ പിന്നെ തീറ്റി എടുക്കുന്നു. വെള്ളം ഒന്ന് കൺട്രോൾ ചെയ്യണേ. ജീവനുള്ള പരലിനെ കുത്താനാണ് പാട്. ടൈറ്റ് പിടിക്കണം, കളയണം. 2 കൂടെ ഒരു കല്ലിടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നാ പണിക്ക് പോയതല്ല തോന്നല്ലോ. എന്നിട്ടൊന്നും കിട്ടിയില്ലേ? ഒളിഞ്ഞ ആണാ? ഞാൻ പണി തുടങ്ങുന്നേ ഉള്ളു. ഞാൻ വാളക്കുള്ള പണിയാ. ശരിയാ പാപ്പി. പ്രിയ സുഹൃത്തുക്കളെ, ഒരു കല്ല് ഇച്ചിരി നീളത്തിൽ കെറ്റിയങ്ങ് വിടും. ഇതാണ് പരിപാടി. ഇത് തന്നെയാണ് ഫുള്ള് ചൂണ്ടയും കിട്ടുന്നത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നാളെ രാവിലെ കാണാം മീൻ കിട്ടുമല്ലോ എന്നുള്ളതാണ്. നമ്മൾ പിടിക്കും ആണോ? പിന്നെ ഓക്കെ. അപ്പോൾ നാളെ രാവിലെ കാണാം. ക്യാമറ മാറ്റി വെച്ചിട്ട് ഞാനൊന്ന് വള്ളം പിടിക്കാം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നലെ കെട്ടിയ ചൂണ്ട നമ്മൾ നോക്കാൻ പോവാണ്. നമ്മുടെ വാതിക്കൽ തന്നെയാണ് കെട്ടിയേക്കുന്നത്. അതുകൊണ്ട് അധികം ദൂരം പോകേണ്ട കാര്യമൊന്നുമില്ല. കട്ടൗത്താരും നാട്ടിൻപുറത്തെ മനുഷ്യനിർമ്മിത JCB പുഴയിൽ നിന്ന് കട്ട എടുത്ത് പാടത്തിൻ്റെ അവിടെ ഇറക്കാൻ പറ്റും.
നമ്മൾ പോള കയറി മറിഞ്ഞു പോവുകയാണെങ്കിൽ കുറ്റി കാണാൻ വേണ്ടി കെട്ടുന്നത്. ഇവിടുത്തെ തീറ്റി അതേപടി കിടപ്പുള്ളൂ. ഞാൻ തോഴ നിർത്തി ഇങ്ങോട്ട് കാരി പിടിക്കുമോ? അപ്പോൾ ഈ സുഹൃത്തുക്കളൊക്കെ ഒരു വലി കിട്ടുന്നുണ്ട്. അത് 3ാമത്തെ റോപ്പായിരുന്നു. ലാസ്റ്റ് റോപ്പിലാണ്. 2 റോപ്പ് വലിച്ചിട്ട് മീനൊന്നും കണ്ടില്ല. നട്ടത്തിലെടുക്കണം. ആളെ പോവല്ലേ. ഒരെണ്ണമല്ലടാ. ഇതിനകത്ത് നെറ്റ് ചുരുട്ടിയിട്ടേക്കട്ടെ. ഇതിനുണ്ടേ മാറ്റാം. വള്ളിയാണല്ലേ. അപ്പുറത്തെ ഒരു വലി പോലെ കാണുന്നുണ്ടോ? ഈ ലാസ്റ്റത്തെ കല്ല് നമ്മൾ വലിക്കുമ്പോൾ ഉണ്ടല്ലോ, കല്ലിങ്ങനെ പൊങ്ങിയിട്ട് നിലത്തോട്ട് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ നമ്മൾ പറ്റിക്കും. ചില മുഴുത്ത കല്ലാണെങ്കിൽ അല്ല മീനാണെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ വല്ല മഞ്ഞപ്പൂരിയോ അല്ലേ. കല്ലാണ്. അപ്പോൾ കുറേ സുഹൃത്തുക്കളെ നമ്മളിത് ചൂണ്ട വലിച്ച് തീരാറായിട്ടുണ്ട്. അതായത് നമ്മൾ 75 ചൂണ്ടയാണ് കിട്ടിയതൊരു വാളയാണ്. പിന്നെ വേറെ കാര്യം നമ്മളൊന്നും കൊണ്ട് വിടുന്നില്ല. 75 ചൂണ്ടയിലും മീനടിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ചൂണ്ട കിട്ടുന്നത്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കാറില്ല. ചിലപ്പോൾ ഒന്നും കിട്ടാറില്ല. കിട്ടാത്ത അവസരങ്ങൾ ഒത്തിരിയുണ്ട്. അത് നിങ്ങൾ കാണാറുമില്ല. കാരണം നമ്മൾ അത്തരം വീഡിയോകൾ ഇടാറില്ല. പിന്നെ അങ്ങനെയാണ് ഇത് കിളത്തി കിട്ടുന്നതിൻ്റെ ഒരു പ്രത്യേക രീതിയുണ്ട്. അതായത് പോളയാണെങ്കിൽ ഈ കുറ്റിന്ന് കുറച്ച് താത്ത് കിട്ടും. എന്നിട്ട് ഇടയ്ക്ക് കുപ്പി ഇടുന്നതിന് പകരം ചെറിയ കല്ല് കെട്ടി. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ചൂണ്ട കുറച്ച് ഇങ്ങനെ നിൽക്കും. പോളയുണ്ടെങ്കിൽ മേളിൽ കൂടെ കടന്നു പോവുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ തീറ്റി കിട്ടുവാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്ന് കെട്ടി നോക്കാം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ കൂടെയുള്ള ആൾക്കൂടെ വേണ്ടിയല്ല, നിങ്ങൾക്കും കൂടി വേണ്ടിയാണ് പറഞ്ഞത്. അപ്പോൾ പോള ആണെങ്കിൽ മാറ്റി കെട്ടുന്ന രീതിയാണ്. അപ്പോൾ നമുക്ക് നാളെ കിട്ടിയ ഒരു മീനാണ്. കാണിക്കലേ.
ഒരേ സുഹൃത്തുക്കളെ ആകെ കിട്ടിയൊരു മീനാണ്. ഇതാണ് 1 കിലോ സൈസ് വരുന്നൊരു വാള. ചാടിപ്പോലട വലയ്ക്കകത്തിട്ടുള്ള വലയുടെ കാളം ഇത് തെളിയും. നമ്മുടെ പേനറിഞ്ഞുണ്ട്. ഒരു ഫോട്ടോ എടുത്തേ, ക്ലോസ് ആയിട്ടെടുക്കുക. അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ, നമ്മൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ വീഡിയോ ഇടും കേട്ടോ, കാരണം നമ്മൾ അത്രയും നമ്മൾ എഫർട്ട് എടുത്താണ് തീറ്റി പിടിക്കാനും ചൂണ്ട വെട്ടാനും. നല്ല കാറ്റൊക്കെ ഉള്ള സമയത്തൊക്കെയാണ് ചൂണ്ട കെട്ടിയത്, നല്ല ഒഴുക്കുണ്ടായിരുന്നു. അപ്പോൾ നല്ല എഫർട്ട് എടുത്തിട്ടാണ് നമ്മൾ ചൂണ്ട കെട്ടിയത്. അപ്പോൾ ഒരെണ്ണം കിട്ടിയുള്ളൂ എന്ന് കരുതി നമ്മൾ സങ്കടപ്പെടുന്നൊന്നുമില്ല. കാരണം വരും ദിവസങ്ങളിൽ ഇത് കണക്ക് മഴ പെയ്താൽ മീൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത്. ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ദയവേത് ഫോളോ ചെയ്താണ് അഭ്യർത്ഥിക്കാൻ. അടുത്ത വീഡിയോ കാണുന്നുണ്ടല്ലേ കട്ടായിട്ട് തിരിച്ചിടണമല്ലോ അല്ലേ?